ആവേശത്തിൽ രംഗണ്ണൻ പറഞ്ഞ പോലെ ഒരു സൽപുത്രി ജനിച്ചു അന്ന് 18 കൊല്ലം മുന്നേ. ഒറ്റ വാക്കിൽ പറയാം, ഒരു ചൂരൽ വാഴ വെച്ചാൽ മതി. ഒരു ചൂരനാണ്. പഠിച്ച് 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 അവശതയായിട്ടിരിക്കുന്ന ആൾക്ക് കുറച്ച് അയ്യോ ഐസ് ഇടാൻ വിട്ടുപോയി. അത് കുഴപ്പമില്ല, ഞാൻ ഐസ് ഇട്ട് കൊണ്ടുവരാം. രാത്രി 11 മണിക്ക് പിന്നെ നാരങ്ങയുടെ കുരുവൊന്നും മാറ്റാൻ എനിക്ക് വയ്യ. ബിഗ് ബോസ് ഹൗസ് മണി 11:45 കഴിഞ്ഞിരിക്കുകയാണ്. ആവേശത്തിൽ രംഗണ്ണൻ പറഞ്ഞ പോലെ ഒരു സൽപുത്രി ജനിച്ചു അന്ന് 18 കൊല്ലം മുന്നേ. നാളെ എത്ര മണിക്കാണ് ജനിച്ചേ? രാവിലെയാണ്, പകല് രാവിലെ 8:45. ഇതൊരു നിരസത പറയാനേ പറയാ. രാവിലെയാണ് മടുത്ത 18 കൊല്ലം കൊണ്ട് നിങ്ങക്ക്. അതായത് കഴിഞ്ഞ 18 വർഷമായി പുതൂർ കുടുംബത്തിലെയും പുഞ്ചപ്പറമ്പിൽ കുടുംബത്തിലെയും ആദ്യത്തെ പെൺ സന്തതിയെ, അതായത് ഈ ജനറേഷൻ ജെൻ സിയുടെ ആദ്യത്തെ പെൺ സന്തതിയെ വളർത്തി വലുതാക്കിയ ഒരു മഹത് വ്യക്തിയാണ് എന്റെ മാതാശ്രീയായ ശ്രീമതി മീന എന്നാർ. നമുക്ക് മീനയോട് ചോദിക്കാം, 18 വർഷമായിട്ടുള്ള അവരുടെ ധീര കഠോര കഠിനമായിട്ടുള്ള ജീവിതം എങ്ങനെയായിരുന്നു? ഈ കുട്ടിയുടെ വളർച്ചയിൽ അവർക്ക് എന്തോരം പങ്കുണ്ട്? വളർച്ചയിൽ അവർ സാറ്റിസ്ഫൈഡ് ആണോ? മീന പറയൂ. ഒറ്റ വാക്കിൽ പറയാം, ഒരു ചൂരൽ വാഴ വെച്ചാൽ മതി. ഒരു ചൂരൽ പ്രയോഗത്തിന്റെ കുറവ് നന്നായിട്ടുണ്ട്, അത് മാത്രം പറയാം. അതിന്റെ കിച്ചു ഒരു പൊട്ടത്. അതായത് എന്റെ ചേട്ടൻ എന്റെ മുമ്പത്തെ വ്ലോഗ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ചേട്ടൻ ഇപ്പൊ ജർമ്മനിയിലാണ്. അപ്പോ ചേട്ടൻ എന്റെ അടുത്ത് ചോദിച്ചു, ഗൂഗിളിൽ എന്റെ ബർത്ത്ഡേ എടുക്കുന്നത് March 18 ശരിക്കും March 19 ആണ് എന്റെ ബർത്ത്ഡേ. അപ്പൊ കിച്ചു എന്റെ അടുത്ത് അല്ല നിങ്ങൾ വെറുതെ വിളിച്ചപ്പോഴത്തേക്കും നിന്റെ ബർത്ത്ഡേ എന്നായിരുന്നു എന്ന് ഇന്നലെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, കിച്ചു തീരുമാനിക്കാൻ പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ ഗൂഗിൾ നോക്കിട്ട് പറഞ്ഞു March 18 അല്ലേ? ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് ഇന്ന് രാവിലെ 8:30 കിച്ചു സ്റ്റോറിയൊക്കെ ഇട്ട് എല്ലാവരും അറിയിച്ചു. സംഗതി ഞാനിങ്ങനെ നോക്കി വെച്ചിരിക്കും. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മ ഞങ്ങൾ നൈസായിട്ട് പ്രാങ്ക് ചെയ്യാണ്, കാര്യമൊക്കെ കണ്ട കളത്തന്നെ പൊളിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഒരു കുറെ പേര് കിച്ചുവിൻ്റെ അടുത്ത് പറഞ്ഞു, അവളുടെ അടുത്ത് വിശ്വസിച്ച് പറയണം എന്നൊക്കെ പറഞ്ഞ് രീതിയിൽ കാര്യം മുന്നോട്ട് പോകുമ്പോഴാണ് അക്കുമ്മ കിച്ചുവിന്റെ സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു ഇന്നല്ല നാളെയാണ് ബർത്ത്ഡേ എന്ന്. അപ്പൊ ആദ്യത്തെ ബർത്ത്ഡേ വിഷയം തന്നെ കിട്ടിക്കഴിഞ്ഞു ഗൈസ്. ഇനിയിപ്പോ നിങ്ങളൊക്കെ ലേറ്റ് ആണ്. സോ ഗൈസ് നമുക്ക് എക്സാം ആയിട്ട് തന്നെ പണിയിട്ടിരിക്കുകയാണ്. നമുക്ക് നാളെ തന്നെ നമ്മുടെ എക്കണോമിക്സിന്റെ എക്സാം ഉണ്ട്, ബോർഡ് എക്സാം. അപ്പം ബേസിക്കലി ബർത്ത്ഡേ ആഘോഷം ഒന്നും ഇല്ല, കാരണം ഇന്നും ഞാനൊരു എക്സൈറ്റ്മെന്റിലേക്ക് ഒന്നും എത്തിയിട്ടില്ല. കാരണം ടെൻഷനാണ്. ഞാൻ എക്കണോമിക്സിൽ അത്ര കോൺഫിഡന്റ് അല്ല കമ്പാരിറ്റീവ് ടു അതർ സബ്ജക്ട്സ്. അതുകൊണ്ട് അങ്ങനെ വലിയ സെലിബ്രേഷൻസ് ഒന്നും ഇല്ല. പിന്നെ എനിക്ക് മെച്ചൂർ ആവാൻ ആഗ്രഹമില്ലെങ്കിലും നമ്മൾ 18 ആയാലും എനിക്ക് മെച്ചൂർ ആയാലേ പറ്റും. ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം, വലിയ ബർത്ത്ഡേ ഒന്നും വേണ്ട, ഒന്നുമില്ല, മെച്ചൂറായി ഇനിയിപ്പം ബർത്ത്ഡേ ഇങ്ങനെയൊക്കെ ഞാൻ എന്നെ തന്നെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അല്ലാണ്ട് പറയാൻ പറ്റില്ല എനിക്ക് ബർത്ത്ഡേ വേണമെന്ന് പറയാൻ കെഞ്ചാൻ പറ്റില്ലല്ലോ. പരീക്ഷയ്ക്കില്ല, ഞങ്ങൾ പരീക്ഷയായിട്ടൊരു പൊടി പൊളിക്കും. അതായത് ഇപ്പം പലതിൻ്റെയും ബില്ലുകൾ വന്നു തുടങ്ങുന്ന സമയം ആയിട്ടുണ്ട്. ഞാൻ അതാണ് ഇങ്ങനെ ഇരിക്കണത്. 12-10 ഞങ്ങൾ തുറന്നു കേട്ടോ. എന്റെ പുറത്തോട് അത്രയും രീതിയൊക്കെ എനിക്ക് പുറത്താൻ പറ്റുള്ളൂ, അത് കൂടുതലും എനിക്ക് പറ്റില്ല. എന്തായാലും നോക്കട്ടെ. ഒരാളുടെ വിഷ് 11:50 പക്ഷെ 11:50 കുറച്ച് വിഷ് ചെയ്തു. കിടന്ന് ഉറങ്ങേണ്ടവരൊക്കെ മറ്റേ മെസ്സേജൊക്കെ സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് കിടന്ന് ഉറങ്ങുന്ന ഫ്രണ്ട്സൊക്കെ എനിക്കുണ്ട്. അപ്പം അതൊക്കെ ഉണ്ടാവും. ഞാനിനി വിഷസ് വിളിക്കുന്നതൊന്നും ഞാൻ കാണിക്കാൻ നിൽക്കുന്നില്ല. സോന എൻ്റെ വ്ലോഗ്സിലൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം. സോന ഇസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഫ്രം മൈ ഓൾഡ് സ്കൂൾ. ഞങ്ങളിപ്പോൾ മീറ്റ് ചെയ്തിട്ട് കുറേ ആയിട്ടാണ്. ഇപ്പോൾ സോന നോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ടുമോറോ ഇസ് 12 മണി വരെ വെയിറ്റ് ചെയ്യാൻ വയ്യ, അതുകൊണ്ട് പിന്നെ ഇപ്പോഴേ ടുമോറോ ഇസ് ഹെർ ഡേ എന്ന് പറഞ്ഞിട്ട് നോട്ട് ഇട്ടിട്ടുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു 9:30 ആയപ്പോഴത്തേക്ക് എനിക്ക് മെസ്സേജ് അയച്ചേക്കാം, ബർത്ത്ഡേ ഇൻ 2 hours 27 minutes. പിന്നെ മറ്റേ സെലിബ്രേഷൻ ഇമോജി ഇല്ലേ അതൊക്കെ. അപ്പൊ ഞാനിട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ വാട്സപ്പിലും അവളെന്തോ അയച്ചിരുന്നു. ഓക്കെ 10:47 ഹലോ മോളെ, നീ മെസ്സേജ് രാത്രി 12 മണിക്ക് വായിച്ച പോലെ പ്രിറ്റൻഡ് ചെയ്യണം. ഹാപ്പി 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 ബർത്ത്ഡേ ടു ദി ലവ് ഓഫ് മൈ ലൈഫ്. ഓക്കെ ഗൈസ്, ബോയ് ഫ്രണ്ട് അല്ല ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ സോന. ഇനി വേറെ ഒന്നും ചിന്തിക്കരുത്. 12 മണിക്ക് ഫോൺ എന്റെ കയ്യിൽ ഇല്ലെങ്കിൽ ശരിയാവില്ലല്ലോ. പോയിന്റ്, ഗുഡ് പോയിന്റ് സോന, വെൽ ഡൺ. അപ്പോ നിന്റെ ഈ ഇയറിലെ ഫസ്റ്റ് വിഷ് എന്റെ കയ്യിൽ നിന്നാണ്. സോ യു വിൽ ഹാവ് എ വണ്ടർഫുൾ ഇയർ. 5-6 ഉണ്ട്. എന്നിട്ട് ഈ ഇമോജി ഇട്ടിട്ടുണ്ട്. പിന്നെ മറ്റേ ഈ ഇമോജി, ലവ് യു, മിസ് യു,
ഹോപ്പ് ടു സീ യു സൂൺ. എന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു മിസ് യു ടു ആവേ ആൻഡ് യെസ് പപ്പ ഈസ് 18 ബേബി എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ വാവേന്നാണ് വിളിക്കുക. ഞങ്ങളുടെ സ്കൂളിലൊക്കെ എല്ലാവരും സോനെ ഞാൻ വാവേന്ന് വിളിക്കുമ്പോഴത്തേക്ക് ആൾക്കാർ ചോദിക്കുന്നത് ഇവിടെയാണോ നീ വാവാന്ന് വിളിക്കുന്നത്, കാരണം അവളെ തന്നെ ഡബിൾ സൈസ് ഉണ്ട്. അപ്പം ഇത് ലൈക്ക് കമ്പാരിസൺ തിരിച്ചാണ്. അപ്പൊ ഞങ്ങളുടെ ഒരു കുഞ്ഞു ഫാമിലി ഒക്കെ ഉണ്ട്. ഐ ആം ദ ഫാദർ, മൈ ബെസ്റ്റ് ഫ്രണ്ട് അർച്ചന ഇസ് ദ മദർ ആൻഡ് ഷീ ഈസ് ദ കുട്ടി. സോ അതാണ് ഞാൻ പറഞ്ഞു യെസ് പപ്പ ഈസ് 18 ബേബി. അപ്പൊ പറഞ്ഞു യെസ് പപ്പ യു ആർ ഗ്രോയിങ് ഓൾഡ് എന്ന് ഷീ റിപ്ലൈഡ്. ദാറ്റ് വാസ് അവർ ബർത്ത്ഡേ വിഷ്. എന്തായാലും ഇനി നമ്മള് ലൈക്ക് വേറെ ബർത്ത്ഡേ വിഷസ് ഒക്കെ എനിക്ക് തോന്നുന്നു രാത്രി വരുമായിരിക്കും. നമുക്ക് ബാക്കി നാളെ രാവിലെ ഞാൻ ചൊല്ലിക്ക് പറഞ്ഞു കേൾപ്പിക്കാം. അതെ, നാളെ എക്സാം കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു കേൾപ്പിക്കാം. പഠിക്കാനുണ്ട്. അതെ, സോ ദിസ് ഇസ് അവർ. അയ്യോ, നമ്മൾ ശിബുദിനം നമ്മൾ എൻട്രോ പറഞ്ഞില്ല. ഹായ് ഹലോ വെൽക്കം ഗൈസ്. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് ദിസ് ഇസ് ദ ശിവദിനം വേർ ഐ ടേൺ 18. Yes, legally adult. 18 plus. Oh my god. I'm pretty excited. So I'll share my excitement with you guys. Stay tuned. ഇത്ര ഉള്ളൂ. ഇനി പഠിച്ചില്ലെങ്കിൽ എൻ്റെ എക്കണോമിക്സ് ഹോകയാ. 18+ ആദ്യത്തെ പരീക്ഷ എക്കണോമിക്സ് പൊട്ടും നമ്മൾ. അത് ശരിയാവില്ല. അത് വളരെ മോശമാണ്. പിന്നെ പഠിച്ചില്ലടാ. ഗൈസ് കിച്ചൻ വിളിക്കുന്നുണ്ട്. അതായത് ഇന്നലെ ബർത്ത്ഡേ, ഇന്ന് ബർത്ത്ഡേക്ക് സ്റ്റോറി ഇട്ടൊരു മഹാനുണ്ടല്ലോ, മഹാൻ വിളിക്കുന്നുണ്ട്. ബർത്ത്ഡേ നാളെയാണ് കേട്ടോ. ഹായ് കിച്ച. ആ, സംശയമുണ്ടോ ബർത്ത്ഡേ എന്താന്ന്? എന്താ സംശയം? എനിക്ക് തോന്നി എന്നാ എന്റെ ബർത്ത്ഡേ. ഹായ് സീത. ആ, ബർത്ത്ഡേ നാളെയാ. ഇത് ചോദിക്കാനാണോ വിളിച്ചേ? അപ്പോൾ വേഗം കിടന്ന് ഉറങ്ങിക്കൊള്ളാം കേട്ടോ. നാളെ ഫ്രഷ് ആയിട്ട് എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ. The next day. Good morning, guys. ശിവദിനം. Yeah. So today, ഇന്നലെ രാത്രി 12 മണിക്ക് കണ്ടുല്ലോ. ഇന്ന് നമുക്ക് ടുഡേ ഈസ് 19th of March 2025. ഞാൻ 18 വർഷം മുന്നേ ഇന്നേ ദിവസം രാവിലെ 8:45 ജനിച്ചത്. എന്താ ചോഗ്രഹണം ഒന്നും ഉണ്ടായിരുന്നുണ്ട്. എന്ത് സൂര്യഗ്രഹണം, അങ്ങനെ സൂര്യഗ്രഹണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അമ്മ കഴിവതും എന്നെ സൂര്യഗ്രഹണത്തിന് മുന്നേ ശേഷങ്ങാനും ജനിപ്പിക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. ഞാൻ പിടിവാശിയിലായിരുന്നു. അങ്ങനെ എടുത്തോ പിടിച്ചോന്നോട് ഞാൻ 8:25 ഇങ്ങോട്ട് പോന്നു. 8:45 ഇങ്ങോട്ട് പോന്നു. സോ ടുഡേ മാർക്സ് 18 years ഓഫ് ദാറ്റ് സക്സസ്ഫുൾ ജേർണി. അങ്ങനെ അപ്പൊ എന്തായാലും പിന്നെ ഇന്നത്തെ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ എക്സാം ഉണ്ട്. അതുകൊണ്ട് ഇവ രാവിലെ തന്നെ 18 ഉറക്കം എടുത്തപ്പോഴത്തേക്കും മെച്യൂരിറ്റി കൂടുതൽ നിങ്ങൾ ആരും വിചാരിക്കരുത്. അതങ്ങനെയല്ല. ഇന്ന് പരീക്ഷയുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു മെച്യൂരിറ്റി കാണിക്കണമല്ലോ. ഒന്ന് സ്കൂളിൽ പോയി പരീക്ഷ എഴുതി വന്നു കഴിഞ്ഞാൽ ബാക്ക് ടു ദ അലമ്പും കേട്ടോ. 18 നമുക്കൊരു റെസ്ട്രിക്ഷനേ അല്ല. നമ്മൾ എങ്ങനെയാണോ, എത്ര അലമ്പാണോ ചില്ലാണോ അതങ്ങനെ തന്നെ ആയിരിക്കും. 18 ആയാലും 50 ആയാലും ഒക്കെ എൻ്റെ അമ്മയാണ് എൻ്റെ റോൾ മോഡൽ. എൻ്റെ അമ്മ അറിയാവുന്നവർക്ക് അതറിയാം. സോ ഗൈസ്, രാവിലെ തന്നെ ഞാൻ ലൈക്ക് പഠിക്കാനുണ്ട്. എക്കണോമിക്സ് എന്ന് വെച്ചാൽ നമുക്കങ്ങനെ എളുപ്പത്തിൽ കളയാൻ പറ്റുന്ന സബ്ജക്റ്റ് അല്ല, ലൈറ്റ് സബ്ജക്റ്റ് അല്ല. എനിക്ക് ഇത്തിരി ടഫാണ്. അപ്പം നമുക്കൊന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ചിട്ട് വായിക്കാം. എല്ലാ ഗ്രാഫും കാര്യങ്ങളൊക്കെ ഒന്ന് വരയ്ക്കണം. ഫോർമുലാസ് എല്ലാം ഒന്ന് എഴുതണം. പിന്നെ എല്ലാ അതായത് കമ്പോണൻസ് ഒക്കെ ഒന്ന് നോക്കണം. ഇല്ല, ഇയേഴ്സ് ഇനി ഞാൻ നോക്കില്ല. ഇനി ലൈക്ക് നമുക്ക് പിന്നെ കയ്യിൽ ഫോൺ ഉള്ളതുകൊണ്ട് അങ്ങനെ പ്രശ്നങ്ങളില്ല. പിന്നെ ഞാൻ ഒരാളുടെ പോലും മെസ്സേജ് ഞാൻ ഇന്നലെ രാത്രി വാട്സപ്പിൽ കാര്യമൊക്കെ വിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. 12:30 ആയപ്പോഴത്തേക്ക് ഞാൻ കിടന്ന് ഉറങ്ങി. ഇനിയിപ്പോൾ ഞാൻ പോയി വന്നു. കാരണം രാവിലെ തന്നെ എക്സൈറ്റഡ് ആയാൽ ശരിയാവില്ല. ഇത് വായിച്ച് തീർത്ത് പോയി എഴുതി വന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. നല്ല പ്ലാനാണ്. അതിൻ്റെ എല്ലാ ബർത്ത്ഡേ ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. ഒന്നല്ലെങ്കിൽ എക്സാമിൻ്റെ അന്ന്, അല്ലെങ്കിൽ എക്സാമിൻ്റെ തലേ ദിവസം. മാർച്ച് 19 എന്ന് പറഞ്ഞാൽ ഇന്ന് വരുന്ന ജീവിതത്തിൽ ഞാൻ പറയാം 11th അതുപോലെ തന്നെ ഞാൻ 9th കഴിഞ്ഞിട്ട് നമ്മൾ 10th വേഗം വരുമല്ലോ. ആ 2 ബ്രിഡ്ജ് കോഴ്സിന്റെ സമയത്ത് 2 പ്രാവശ്യം മാത്രമാണ് ഞാൻ എക്സാം ഇല്ലാണ്ട് ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുള്ളത്. അല്ലാത്ത അതായത് 15th ബർത്ത്ഡേക്കും 17th ബർത്ത്ഡേക്കും. ബാക്കി 2 പ്രാവശ്യം ഇങ്ങനെ എല്ലാ ഒന്നല്ലെങ്കിൽ സ്റ്റഡി ലീവ് ആയിരിക്കും, അല്ലെങ്കിൽ പരീക്ഷ ആയിരിക്കും. ഇതിൻ്റെ ഒരു ഗുമ്മൊന്നും ഉണ്ടാവാറില്ല. കേക്ക് മുറിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ കുത്തിയിരുന്ന് പഠിക്കലാണ് പരിപാടി. സോ ഇപ്രാവശ്യവും ഇത് തന്നെ. എന്തായാലും നമുക്കിനി വൈകുന്നേരം വന്നിട്ടൊരു പൊളി പൊളിക്കാം. ഞാൻ പഠിക്കട്ടെ.
So I'll show you how my birthday is. എനിക്ക് വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നുമില്ല, കാരണം ഞാൻ ഇപ്രാവശ്യം എക്സ്പെക്ട് ചെയ്തിട്ടുമില്ല. കാരണം ഒരു എക്സാമിന് നടുക്കായതുകൊണ്ട് നമുക്ക് അങ്ങനെ ചില്ല് ചെയ്യാം പൊളിക്കാം എന്നുള്ള സാധനം എൻ്റെ തലയിലില്ല. നമുക്ക് നോക്കി വെക്കാം ആര് കണ്ടു എങ്ങനെയായിരിക്കും. ഒരുപാട് പടരാണ്ട് തൊടാനുള്ള എൻ്റെ ടെക്നിക്കാണ്. ഇത്തിരി വെള്ളമോ മോയ്സ്ചറൈസറോ ഇങ്ങനെ തൊട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കുങ്കുമിടുക. അപ്പം വലിയ പടർച്ചയും ഈ എക്സാം ഹോളിൽ ഇത് ഉരുണ്ട് വലിയ വീഴുകയും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കണ്ടൊരു കുഞ്ഞിപ്പൊട്ട് നല്ല ഭംഗി ഉണ്ടാവും, വൃത്തി ഉണ്ടാവും കാണാനായിട്ട്. നമുക്ക് എൻ്റെ മുഖത്തുള്ളൊരു വൃത്തികേട് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ. നമ്മളിപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോഴല്ലാണ്ട് പുറത്ത് പോകുമ്പോൾ മാത്രമാണ് ഇങ്ങനത്തെ കമ്മലിടുന്നത്. കാരണം ജുംക്ക് ഇടുമ്പോഴത്തേക്കും ഭയങ്കര എളുപ്പമാണ്. ഇത് ലൈറ്റ് വെയിറ്റ് ജുംക്ക് ആയതുകൊണ്ട് നമുക്ക് തോന്നുമ്പോൾ എടുത്ത് മാറ്റുകയും ചെയ്യാം. ഇത് ഈ കാതിൻ്റെ പുറകെ കയറി കുത്തുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് ജുംക്കയാണ് ഇപ്പം ഞാൻ വീട്ടിലിടാറ്. പിന്നെ എൻ്റെ 2 സൂചിയൊക്കെ ഉണ്ട്. എവിടെയാണ് കാർഡും ID കാർഡ് ഒക്കെ ബാഗിൽ തന്നെയല്ലേ ഇരിക്കുന്നത്? മാറ്റിയിട്ടില്ല? ഇതെടുത്ത് മാറ്റാൻ ഒരു കമന്റിലുണ്ടായിരുന്നു, താങ്ക് യു ചേച്ചിയമ്മ എടുത്ത് മാറ്റാവുന്നു. ഒരിക്കലും ഇല്ല. അത് എന്റെ കുട്ടിയെ എനിക്ക് ലൈക്ക് അവനെ ഓർക്കുമ്പോ ഞാനത് നോക്കിയിരിക്കും. അത്ര ചെറിയ ഭാവയല്ല അവൻ, എനിക്ക് ഓർക്കാനായിട്ട് എന്തെങ്കിലും വേണ്ടേ. നീ എപ്പോഴും എഴുത്തിന് വരുന്നുണ്ട്. താങ്ക് യു ചേച്ചിയമ്മ. അതെ, ഈ ഏപ്രിലില് 2 പ്രാവശ്യം മൂകാംബികയിൽ പോകാനുള്ള ഭാഗ്യം നമുക്കുണ്ട് ഇപ്രാവശ്യം. നോക്കി നോക്കാം. 2 times, ഡബിൾ. എനിക്ക് 2 പിന്ന് സംഘടിപ്പിച്ചായിരുന്നു. അപ്പൊ പിന്നെ പോയോ ഉണ്ടായിരുന്നത്? ഞാൻ ഗുരുവായൂർ കൊണ്ടുപോയി. ഇനി 3 ദിവസം കൂടെ ഈ യൂണിഫോം ഇടാൻ പറ്റുള്ളൂ. 3 ദിവസം. ഇനി നമ്മൾ 12th പാസ്സാവുമെന്ന് അറിയത്തില്ല, പക്ഷെ നമ്മൾ 12th എഴുതിക്കഴിഞ്ഞു. കംപ്ലീറ്റ് ആവും. സാമ്പാർ ആസ് യൂഷ്വൽ. ദോശ, ഗോതമ്പ് ദോശയാണോ അതോ? എനിക്ക് ഇഷ്ടമല്ല ഗോതമ്പ് ദോശ. പിന്നെ സാമ്പാർ ചട്നി വരുമ്പോഴത്തേക്കും കഴിക്കന്നെ. കുറച്ചും കൂടെ ചെറിയ പാത്രവും കുറച്ചും കൂടെ ചെറിയ സ്പൂണും ആയിരുന്നെങ്കിൽ നമുക്ക് പൊളിക്കാമായിരുന്നു. ഗൈസ്, ഈ എക്സാമിന്റെ ഞാൻ എപ്പോഴും അമ്മ എടുത്ത് നോക്കി എന്ത് കണ്ടിട്ടായിരുന്നു. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒത്തിരി ഫെബ്രുവരിയിലേക്കോ ഒത്തിരി ഇങ്ങനെ ഏപ്രിലേക്കോ തള്ളി വയ്ക്കൂടായിരുന്നു. മാർച്ചിന്റെ ഒത്ത നടുക്ക് തന്നെ എന്നെ പ്രസവിക്കണമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ടൈം ഒത്തിരി സീനാണെന്നേ. ഒരാൾക്കും നമ്മുടെ കൂടെയുള്ളവർക്കും ബർത്ത്ഡേ നമ്മളപ്പോൾ ആഘോഷിക്കാൻ പറ്റില്ല. മൊത്തത്തിൽ പ്രശ്നം പിടിച്ചൊരു സമയമാണ് ഈ മാർച്ച് എന്ന് പറഞ്ഞാൽ. ഇന്ന് വരെ സമാധാനത്തിൽ എനിക്ക് ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. സ്കൂളിൽ ഞാൻ പിന്നെ എനിക്ക് പണ്ടൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്കും സ്കൂളിൽ അസംബ്ലി ഒന്നും ഉണ്ടാവില്ലല്ലോ. ലൈക്ക് നമ്മളിങ്ങനെ ഇന്ന് ശിവാനിയുടെ ബർത്ത്ഡേ ആണ്, ശിവാനിക്ക് എല്ലാവരും ബർത്ത്ഡേ, അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കൊതിച്ചിട്ടുണ്ട്, ഭഗവാനെ അതൊക്കെ എനിക്കും കിട്ടണേ എന്ന്. പക്ഷെ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. സെറ്റിലും കേക്ക് മുറിക്കലൊക്കെ വളരെ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇപ്പൊ എക്സാം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നാട്ടിലായിരിക്കുമല്ലോ, പിന്നെ അതും പറ്റാറില്ല. അമ്മ അപ്പൊ നാണയം ഉണ്ടോ കയ്യില്? നാണയം കോയിൻ അമ്മയുടെ കയ്യിൽ കോയിൻ ഉണ്ടോ? ഉണ്ട്. താങ്ക് യു.
പറയൂ എത്ര മാർക്ക് പോ? 6, 7, 8. 2 MCQ പോയി എല്ലാവരുടെയും. അത് ശരി. എല്ലാവരുടെയും പോയാൽ ഓക്കെയാണ്. 2 MCQ പോയി. പിന്നെ ഞാൻ എല്ലാം കൂടെ കൂട്ടിയും കുണച്ചും ഹരിച്ചും കുണച്ചല്ല കൂട്ടി കുറച്ചും ഗുണിച്ചും എന്നാ കൂട്ടിയും ഗുണിച്ചും ഇറങ്ങി ബാക്കിലേക്ക് ഇറങ്ങി കൊലാതെ അടുത്ത്. കൂട്ടിയും ഗുണിച്ചും കുറച്ചും ഒക്കെ എടുത്തപ്പോ ഒരു 5 മാർക്ക് 6 മാർക്ക് തിയറിക്കോ. പിന്നെ ബാക്കി ഞാൻ ഗുണിക്കാനും ഹരിക്കാനും നിന്നില്ല. നന്നായി. അയ്യോ 12 മാർക്ക് പോകുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ 12 പോയില്ല എനിക്ക് മനസ്സിലായി. എല്ലാവർക്കും പോവോ? നോക്കൂ ഡോറ് എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഡോറ് മൊത്തത്തില് പ്രശ്നമാണ്. Thank you.